8 ദിവസങ്ങളിലെ ഇടിവിന് ശേഷം ഇന്ന് ആഭ്യന്തര വിപണിയിൽ നേരിയ മുന്നേറ്റം പ്രകടമായി. നിഫ്റ്റിയെ സംബന്ധിച്ച് 22,900 എന്ന ലെവലിന് മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു. സെൻസെക്സും ക്ലോസിംഗ് ടൈമിൽ 58 പോയിന്റ് നേട്ടത്തിൽ തന്നെയാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. ഇന്നത്തെ ഈ നേരിയ റിക്കവറി നിക്ഷേപകർക്ക് സന്തോഷിക്കേണ്ട സമയമായിട്ടുണ്ടോ, അതോ താൽക്കാലികമായ ഒരു ബൗൺസ് മാത്രമാണോ? എന്തായിരിക്കും റിക്കവറിക്ക് കാരണം? നമുക്ക് പരിശോധിക്കാം. ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് നൽകിയ നിഫ്റ്റിയിൽ പിന്നീട് അദാനി ഓഹരികളും ഇൻഡസ്ഇൻഡ് ബാങ്കും വലിയ പിന്തുണ നൽകിയിരുന്നു. കൂടാതെ HDFC ബാങ്ക്, ബജാജ് ഫിൻസർവ് പോലുള്ള ഫൈനാൻഷ്യൽ ഓഹരികളും മുന്നിട്ട് നിന്നു. ശ്രീറാം ഫിനാൻസ് ഓഹരികളിലും നിക്ഷേപകർ കൂടുതൽ താൽപ്പര്യം കാണിച്ചു. ബാങ്കിങ്ങിനെ കൂടാതെ ഫാർമ, എനർജി ഓഹരികളിലും തിളക്കം പ്രകടമായി. സെൻസെക്സ് 75,996.86 നിഫ്റ്റി 30 പോയിന്റ് നേട്ടത്തിൽ 22,959.5 ക്ലോസ് ചെയ്തത്. നിക്ഷേപകർ ജാഗ്രത പാലിക്കണമെന്ന് തന്നെയാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. കാരണം ഇപ്പോഴും മാർക്കറ്റിനെ ബെയറിഷ് മോഡിലേക്ക് തള്ളിയിട്ട അനിശ്ചിതാവസ്ഥകൾ പരിഹരിക്കപ്പെട്ടതുകൊണ്ടുള്ള മുന്നേറ്റമായിരുന്നില്ല ഇന്ന് വിപണിയിൽ കണ്ടത്. FII സെല്ലിംഗ് മോഡിൽ തന്നെയാണ്. ഡോളറിനെതിരെ രൂപ ഇപ്പോഴും സമ്മർദ്ദത്തിലാണ്. ട്രംപിന്റെ ഗ്ലോബൽ ട്രേഡ് വാറുമായി ബന്ധപ്പെട്ട ആശങ്കകളും സജീവമാണ്. നിഫ്റ്റി ഫാർമ ഇൻഡെക്സ് ആണ് ഇന്നത്തെ സ്റ്റാർ പെർഫോമർ. ഗ്ലെൻമാർക്ക് ഫാർമ, ഓറോബിന്ദോ ഫാർമ, ഗ്രാനൂൾസ് ഇന്ത്യ പോലുള്ള കമ്പനികളാണ് കൂടുതൽ നേട്ടമുണ്ടാക്കിയത്. ഫാർമ ഇൻഡെക്സിൽ 1.3%, ബാങ്ക് ഇൻഡെക്സിൽ 0.8% നേട്ടമാണ് രേഖപ്പെടുത്തിയത്. ഈ മുന്നേറ്റം തുടരുമോ? ഇവിടെ മറ്റൊന്നുകൂടി കൂട്ടി വായിക്കേണ്ടതുണ്ട്. പല സ്മോൾ മിഡ് ക്യാപ്പ് ഓഹരികൾ എക്സ്പെൻസീവ് ആണെന്ന അഭിപ്രായമുള്ള സാമ്പത്തിക വിദഗ്ധരുണ്ട്. ബ്രോഡർ മാർക്കറ്റ് നേരിടുന്ന കറക്ഷൻ നമ്മൾ കാണുന്നതുമാണ്. എന്നാൽ ലാർജ് ക്യാപ്പ് ഓഹരികൾക്ക് സ്റ്റെബിലിറ്റി കിട്ടേണ്ട സമയമായിട്ടുണ്ടെന്നാണ് അവരുടെ പക്ഷം. ഫണ്ടമെന്റലി സ്ട്രോങ് ആയ ക്വാളിറ്റി ഓഹരികളിൽ മാത്രം പണം നിക്ഷേപിക്കുന്നതാണ് ബുദ്ധി. ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ട ഓഹരികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ HDFC ബാങ്ക്, റിലയൻസ് ഇൻഡസ്ട്രീസ്, ഗ്ലെൻമാർക്ക് ഫാർമ പോലുള്ള ഓഹരികൾ മുന്നേറ്റമുണ്ടാക്കിയിട്ടുണ്ട്. അതേസമയം ഭാരതി എയർടെൽ, സെൻ ടെക്നോളജീസ് പോലുള്ള ഓഹരികളിൽ കനത്ത വിൽപ്പനാ സമ്മർദ്ദവും കാണപ്പെട്ടിരുന്നു. അപ്പോൾ നിങ്ങളിപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങളൊരു ലോങ് ടേം ഇൻവെസ്റ്റർ ആണെങ്കിൽ നല്ല ഓഹരികൾ വാങ്ങാൻ പറ്റിയ സമയമാണ്. അതേസമയം നിങ്ങളൊരു ട്രേഡർ ആണെങ്കിൽ മാർക്കറ്റിന് സ്റ്റെബിലിറ്റി കുറവാണെന്ന സത്യം തിരിച്ചറിയണം. ഈ വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.